2024 ജനുവരി 28 നടക്കുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പാർട്ട് ടൈം ശാന്തി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് സഹായകമാകുന്ന കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. എല്ലാവരും കണ്ടു നോക്കുക. എല്ലാവർക്കും വിജയാശംസകൾ. നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം. 1. ക്ഷേത്ര നിർമ്മാണം പ്രതിപാദിക്കുന്ന ഗ്രന്ഥം. തന്ത്രസമുച്ചയം. പുരാണങ്ങളുടെ എണ്ണം 18. വേദാംഗങ്ങളുടെ സംഖ്യ 6. ദക്ഷയാഗവുമായി ബന്ധപ്പെട്ടതും സ്വയംഭൂവുമായ ശിവക്ഷേത്രം ഏതാണ്? കൊട്ടിയൂർ ശിവക്ഷേത്രം. സോപാന സംഗീതത്തിൽ ഉപയോഗിക്കുന്ന ദേവവാദ്യം ഇടയ്ക്ക. വിഷ്ണു ക്ഷേത്രത്തിൽ ചെയ്യേണ്ട പ്രദക്ഷിണത്തിൻ്റെ എണ്ണം 4. ഉത്ഥാന ഏകാദശി കേരളത്തിൽ അറിയപ്പെടുന്നത് ഗുരുവായൂർ ഏകാദശി. ഓർഡിനൻസ് ആയിരുന്ന ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് ആക്ട് നിയമമാക്കിയ വർഷം 2015. വാസ്തുശാസ്ത്രപ്രകാരം നിർമ്മിച്ച ക്ഷേത്രത്തിൻ്റെ ഗോപുരം ദേവന്റെ ഏതവയവമായാണ് കണക്കാക്കുന്നത്? പാദം. തന്ത്രശാസ്ത്രപരമായ ആഗമം എന്നത് ആരോട് പറയുന്നതാണ്? ശിവൻ പാർവതിയോട് പറയുന്നതാണ്. പ്രധാനപ്പെട്ട 3 കലശവിധികൾ ഏത്? ദ്രവ്യകലശം, അഷ്ടബന്ധകലശം, നവീകരണ കലശം. അഗ്നിയെ സ്തുതിച്ചുകൊണ്ട് തുടങ്ങുന്ന ഗ്രന്ഥം ഏത്? ഋഗ്വേദം. അത്താഴപൂജയ്ക്ക് ശേഷം സ്ത്രീകൾക്ക് നാലമ്പലത്തിനകത്ത് കയറി തൊഴുവാൻ അനുവാദമുള്ള ക്ഷേത്രം തളിപ്പറമ്പ് ശ്രീ രാജരാജേശ്വരി ക്ഷേത്രം. തീർത്ഥസ്നാനം ചെയ്യുമ്പോൾ ജപിക്കുന്ന മന്ത്രത്തിലെ ആദ്യ നദി ഏത്? ഗംഗ. ഭസ്മത്തിന് പറയുന്ന മറ്റൊരു പേര് വിഭൂതി. ദേവനെ മന്ത്രപൂർവ്വം അഭിഷേകം ചെയ്ത ജലധാരയ്ക്ക് പറയുന്ന പേര് തീർത്ഥം. ക്ഷേത്രത്തിലെ ശ്രീകോവിൽ മനുഷ്യ ശരീരത്തിൽ ഏത് സ്ഥാനമാണ് വഹിക്കുന്നത്? ശിരസ്. വിളക്കിലെ തിരി ഏത് ദേവനെ കുറിക്കുന്നു? ശിവൻ. 5 തിരിയിട്ട ദീപം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ദുരിതങ്ങൾ ഒഴിഞ്ഞ സൗഖ്യം. പൂജാകാര്യങ്ങളിൽ ഉപയോഗിക്കാൻ പാടില്ലാത്ത വിളക്കേത്? അലങ്കാര വിളക്ക്. സർപ്പക്കാവിലെ നാഗവിഗ്രഹങ്ങളിൽ കാണപ്പെടുന്ന കണങ്ങളുടെ എണ്ണം എത്രയാണ്? 1, 3, 5, 7. ദക്ഷിണാമൂർത്തി. ശിവക്ഷേത്രത്തിൽ ഏത് ദിക്കിലേക്കാണ് ഓവ് നീണ്ടിരിക്കുന്നത്? വടക്ക് ദിക്ക്. ഭസ്മം 3 വരകളായി നെറ്റിയിൽ ധരിക്കുന്നതിനെ ഏതു പേരിൽ അറിയപ്പെടുന്നു? പുരൺസ്രം. സരസ്വതീദേവി ഇരിക്കുന്നത് എവിടെയാണ്? വെള്ള താമരപ്പൂവിൽ. സരസ്വതീദേവിയുടെ വാഹനം ഏതാണ്? വെളുത്ത ഹംസം. ലക്ഷ്മീദേവിയെ പ്രസാദിപ്പിക്കുന്ന നാമാവലി ഏത്? ശ്രീ മഹാലക്ഷ്മി അഷ്ടകം. ദേശാടനം നടത്തുന്ന ലക്ഷ്മീഭാവത്തിൻ്റെ പേരെന്ത്? രാജ്യലക്ഷ്മി. ധനത്തിൻ്റെ ദേവത ആരാണ്? മഹാലക്ഷ്മി ദേവി. ദേവന്മാരുടെ ഗുരു ആരാണ്? ബൃഹസ്പതി. ശിവന്റെ ഉദ്യാനം ഏതാണ്? കൽപ്പകം. ഗണപതിക്ക് ആ പേര് വന്നത് എന്തുകൊണ്ടാണ്? ശിവഗണങ്ങളുടെ നായകനായതിനാൽ. ഗണപതിയുടെ പത്നിമാർ ആരെല്ലാം? സിദ്ധിയും ബുദ്ധിയും. എന്താണ് പഞ്ചരാത്രം? വൈഷ്ണവരുടെ ഒരു പ്രധാന ഗ്രന്ഥം. ബ്രഹ്മപുരാണത്തിൻ്റെ മറ്റൊരു പേര് സൗരപുരാണം. ശിവന്റെ 3 കണ്ണുകൾ ഏതൊക്കെ? സൂര്യൻ, ചന്ദ്രൻ, അഗ്നി. ഇരട്ടപ്പൻ എന്ന് അർത്ഥമാക്കുന്നത് ആരെയാണ്? ശിവനും വിഷ്ണുവും. എന്താണ് കബർദം? ശിവന്റെ ജട. ആരാണ് ഐങ്കരൻ എന്നറിയപ്പെടുന്നത്? ഗണപതി. ബാലരൂപമില്ലാത്ത ദേവൻ ശിവൻ. പഞ്ചാഗ്നി എന്നാൽ എന്താണ്? 4 വശത്തും അഗ്നിയും മുകളിൽ സൂര്യനും. എന്താണ് ബ്രഹ്മഹത്യ? ബ്രാഹ്മണ വധം. ആയുർവേദത്തിൻ്റെ അധിഷ്ഠാന ദേവത ആര്? ധന്വന്തരി. പ്രസിദ്ധമായ അമ്മച്ചിപ്ലാവ് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. ദുര്യോധന പ്രതിഷ്ഠയുള്ള കേരളത്തിലെ ഒരേ ഒരു ക്ഷേത്രം എവിടെയാണ്? പോരുവഴി പെരുവിരുത്തി ക്ഷേത്രം. പിതൃതർപ്പണത്തിന് പ്രശസ്തി ആർജിച്ച് തിരുവനന്തപുരം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം എവിടെയാണ്? തിരുവല്ലം ശ്രീ പരശുരാമ ക്ഷേത്രം. ആറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ജില്ല പത്തനംതിട്ട. ക്ഷേത്രത്തിൽ നടത്തുന്ന ബലികർമ്മത്തിന് പറയുന്ന പേരെന്ത്? ശ്രീഭൂതബലി.
വഴുതനങ്ങയും ഉപ്പുമാങ്ങയും ഉച്ചപൂജയ്ക്ക് നിവേദിക്കുന്ന ക്ഷേത്രം ഏതാണ്? ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം. തൃപ്പൂത്താറാട്ട് എന്ന ആചാരം ഏത് ക്ഷേത്രത്തിലാണ് ഉള്ളത്? ചെങ്ങന്നൂർ ദേവീക്ഷേത്രത്തിൽ. ഇരുമുടിക്കെട്ടില്ലാതെ 18 പടി ചവിട്ടാൻ അനുവാദമുള്ളത് ആർക്കാണ്? പന്തളം രാജാവിന്. വില്വമംഗലത്ത് സ്വാമികൾ പ്രതിഷ്ഠ നടത്തിയ ശാർക്കര ദേവീക്ഷേത്രം എവിടെ സ്ഥിതി ചെയ്യുന്നു? തിരുവനന്തപുരം ജില്ലയിലെ ചിറയൻകീഴിൽ. ലോകത്തിലെ ആദ്യത്തെ മന്ത്രധ്വനി ഓംകാരം. ശ്രീചക്രം എന്തിൻ്റെ പ്രതീകമാണ്? പരാശക്തിയുടെ പ്രതീകം. ഗായത്രി മന്ത്രത്തിലെ ദേവത സവിതാവ്. പവിത്രം കെട്ടുവാൻ എത്ര ദർഭപ്പുല്ല് വേണം? 2. ശങ്കരനാരായണ മൂർത്തിയുടെ മൂലമന്ത്രത്തിലെ ബീജം ഏത്? ഹ്യൂം. നാരായണീയത്തിൻ്റെ കർത്താവാര്? മേൽപ്പത്തൂർ. ഭഗവത്ഗീതയിൽ എത്ര അധ്യായങ്ങൾ ഉണ്ട്? 18. യുഗങ്ങൾ എത്ര? 4. തന്ത്രസമുച്ചയത്തിൻ്റെ രചയിതാവാര്? ചേന്നാസ് നാരായണൻ നമ്പൂതിരി. ദുർഗയുടെ നിർമാല്യധാരി ഏത്? മുണ്ടിന്യൈ നമ. ഭദ്രകാളിയുടെ ഛന്ദസ് ഏത്? പങ്ക്തി. ബലിമുദ്രയ്ക്ക് ഉപയോഗിക്കുന്ന വിരലുകൾ ഏതെല്ലാം? പെരുവിരലും മോതിരവിരലും. നവക കലശത്തിന് എത്ര കുടങ്ങൾ വേണം? 9. കണ്ണൻ ചിരട്ടയിൽ ഉപ്പുമാങ്ങാ നിവേദ്യമുള്ള ക്ഷേത്രം ഏത്? ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം. അഗ്നിദേവന്റെ ആയുധം എന്താണ്? വേൽ. ത്രയംബകം ആരുടെ വില്ലാണ്? പരമശിവന്റെ. നിർമാല്യധാരി പ്രതിഷ്ഠാസ്ഥാനം ഉദിതി പദം. ഭഗവതി സേവയ്ക്ക് വിളക്ക് കൊളുത്തുന്ന മന്ത്രം പഞ്ചദുർഗ. വായുബീജം ഏത്? യം. പൂജാതീർത്ഥം ആദ്യം തളിക്കുന്നത് ആർക്ക്? ഗുരുവിന്. യോഗശാസ്ത്രം രചിച്ചതാര്? പതഞ്ജലി. ഗണപതിയുടെ നിർമാല്യധാരി കുംഭോദരൻ. പ്രണവാക്ഷരങ്ങളിൽ വിഷ്ണുവിനെ പ്രതിനിധീകരിക്കുന്ന അക്ഷരം ഏത്? ഉ. കേരളത്തിൻ്റെ തനത് സംഗീത ശൈലി സോപാന സംഗീതം. ദൈവദശകം എഴുതിയതാര്? ശ്രീനാരായണ ഗുരു. തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവാര്? കുഞ്ചൻ നമ്പ്യാർ. സന്ധ്യാവന്ദനത്തിൽ ദർപ്പണത്തിൻ്റെ ക്രമം ഏത്? ദേവതർപ്പണം ആദ്യം. ലോകാഗ്നി ആക്കുവാൻ ഏതു കോണിലേക്ക് വീശണം? അഗ്നികോൺ. ഉമാദി മൂർത്തിയാവരണമുള്ള ദേവത ശിവൻ. മകം തൊഴൽ ഏതു ഭഗവതി ക്ഷേത്രത്തിലെ ചടങ്ങാണ്? ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രം. കേരളത്തിൽ വർഷത്തിൽ 12 ദിവസം മാത്രം നട തുറക്കുന്ന ക്ഷേത്രം ഏതാണ്? തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രം. ദക്ഷിണ കുംഭമേള എന്നറിയപ്പെടുന്ന ക്ഷേത്രാചാരം ഏത്? ശബരിമല മകരവിളക്ക്. കേരളത്തിലെ ഏക പരശുരാമ ക്ഷേത്രം തിരുവല്ലം. പാണ്ഡ്യരാജാവ് നിർമ്മിച്ച ക്ഷേത്രം വർക്കല ജനാർദ്ദനസ്വാമി ക്ഷേത്രം. തെക്കൻ കാശി എന്നറിയപ്പെടുന്ന ക്ഷേത്രം തിരുനെല്ലി. ദക്ഷിണ പഴനി എന്നറിയപ്പെടുന്ന ക്ഷേത്രം ഹരിപ്പാട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം. എല്ലാ ദിവസവും കഥകളി നടത്തുന്ന ക്ഷേത്രം തിരുവല്ല ശ്രീവല്ലഭ ക്ഷേത്രം. കേരളത്തിലെ പ്രസിദ്ധമായ ശിവരാത്രി ആഘോഷം നടക്കുന്ന ക്ഷേത്രം ആലുവ ശിവക്ഷേത്രം. സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ക്ഷേത്രം ആറ്റുകാൽ ദേവീക്ഷേത്രം. ദക്ഷിണ ഗുരുവായൂർ എന്നറിയപ്പെടുന്ന ക്ഷേത്രം അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. ഏഴരപ്പൊന്നാന എഴുന്നള്ളത്ത് നടക്കുന്ന ക്ഷേത്രം ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം. കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ്റെ മയൂര സന്ദേശം എന്ന കൃതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ക്ഷേത്രം ഹരിപ്പാട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം. ഇന്ത്യയിൽ ഏറ്റവും ആദ്യം നട തുറക്കുന്ന ക്ഷേത്രം ഏതാണ്? തിരുവാർപ്പ് ശ്രീകൃഷ്ണ ക്ഷേത്രം. കോട്ടയം. ചാണകം മെഴുകുന്ന ക്രമം ഏത്? ഈശാദി ശാന്തം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പാർട്ട് ടൈം ശാന്തിക്ക് അപേക്ഷ അയച്ചിട്ടുള്ളവർക്ക് സഹായകമാകുന്ന രീതിയിലുള്ള 100 ചോദ്യങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ബാക്കി ചോദ്യങ്ങളൊക്കെ അടുത്ത ഭാഗങ്ങളിലായിട്ട് ഞാൻ ഇടുന്നതാണ്. ജനുവരി 28-ാം തീയതിയാണ് പരീക്ഷ നടക്കുന്നത്. അപ്പോൾ ഇത് കണ്ട പരീക്ഷ എഴുതാൻ പോകുന്ന ഏതെങ്കിലും ഉദ്യോഗാർത്ഥികൾ ഇതിൻ്റെ അഭിപ്രായം പറയുമായിരുന്നെങ്കിൽ എനിക്ക് ഇതിൻ്റെ പോരാഴികകളെല്ലാം മാറ്റി അടുത്ത വീഡിയോകൾ ചെയ്യാൻ സഹായകമായേനെ. അപ്പോൾ അങ്ങനെ ആരെങ്കിലും ഇത് കണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഇതിൻ്റെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക. എങ്കിൽ മാത്രമേ എനിക്കിത് തുടരണോ വേണ്ടയോ എന്ന് തീരുമാനം എടുക്കാൻ പറ്റൂ. അതുകൊണ്ടാണേ.